ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചത്തെ ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല, ക്ലാസ്സൊന്നും ഇല്ല കിച്ചുവിന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ പലഹാരത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒറ്റൊരടുപ്പുള്ള കാരണം കൊണ്ട് തന്നെ ചോറ് വെക്കാൻ നിന്നില്ല. ആദ്യം തന്നെ എന്തെങ്കിലും രാവിലെ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് ചോറ് വെച്ചാൽ മതിയല്ലോ, അതിൻ്റെ പിന്നാലെ വെച്ചാൽ മതിയല്ലോ വെച്ചിട്ട് ആദ്യം തന്നെ പലഹാരപ്പണിക്ക് അവിടെ നിന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കണത്. ഇന്നാണെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ തന്നെ നീച്ചു കേട്ടോ, 5:30 തന്നെ നീച്ചു. ഏട്ടന് ചോറ് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് 5:30 നീച്ചു കേട്ടോ. എന്നിട്ട് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ കുഴക്കലും പരത്തലൊന്നും ഞാൻ കാണിച്ചില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തി ചൂടുന്നതിന് മുതലായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം പിടിച്ചത് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയാണ് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്, എന്നിട്ട് വേണം കറി വെക്കാൻ. ചപ്പാത്തിയിലേക്കുള്ള കറി ഉണ്ടാക്കണം, ചോറ് വെക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിലതൊക്കെ കൊളാവുന്നുണ്ട് കേട്ടോ. കൊളാവുക എന്ന് പറയുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, ചുരുങ്ങിയിട്ടിരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റൊരും നീച്ചിട്ടില്ല, കുട്ടികളും മേട്ടനൊന്നും നീച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ തന്നെ വിറക് വയ്ക്കുക കാരണം വിറക് കത്തിപ്പിടിക്കാനൊന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കത്തുകയൊക്കെ ചെയ്തു. ഇനി ഏട്ടനിന്ന് വർക്ക് ഉണ്ടാവും ഇല്ലയെന്ന് വലിയ സംശയം തന്നെയാണ്. എന്നാലും ചോറ് വെക്കണ്ടേ എന്തായാലും, അപ്പോൾ അതുകൊണ്ട് നേരത്തെ നീച്ചു കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ചപ്പാത്തി ആണെങ്കിൽ ചിലതൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, നല്ല തീ കത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഗ്യാസൊന്നും അല്ലല്ലോ, തീ കുറച്ച് വെക്കാനും കൂട്ടി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വിറകെടുത്ത് മാറ്റി കഴിഞ്ഞാൽ തീ അങ്ങനെ കെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ചൂടിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കറി വെക്കാൻ നോക്കി. ചപ്പാത്തിയിലേക്കുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ചാറൊക്കെ ആക്കിയതിന് ശേഷം ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിക്ക് രാവിലെയൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയിലേക്ക് നൂൽപുട്ടിലേക്കൊക്കെ ഇങ്ങനത്തെ ഒരു മോഡൽ മുട്ടക്കറി തന്നെയായിട്ട് വെക്കുക. വൈകുന്നേരമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് മുട്ട പുഴുങ്ങിയിട്ടൊക്കെ കറി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. ഇത് രാവിലെ എന്ന് പറയുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കണോണ്ട് വലിയ ടേസ്റ്റ് വ്യത്യാസക്കുറവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് ചാറ് അധികം വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചപ്പാത്തിക്ക് തൊട്ട് കൂട്ടണ പോലെ തൊട്ട് നക്കുക പറയില്ലേ, അതൊന്നും പറ്റില്ല. ഇവിടെ നല്ല കറിയൊക്കെ വേണം കേട്ടോ. ചപ്പാത്തിയിൽ ഇങ്ങനെ ചാറ് മുങ്ങണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചാറൊക്കെ ഒഴിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ നീട്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. ഏട്ടനെ മാത്രം കുറ്റമട്ട് കാര്യമില്ല, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കുട്ടികൾ പിന്നെ ചാറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർ ചപ്പാത്തി ആണെങ്കിലും കഴിച്ചോളൂ കേട്ടോ. അവർക്ക് ചാറ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചാറ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നീട്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയും ഒക്കെ എന്താ പറയുക തിളക്കിനൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ സംസാരിക്കാനും പറ്റുന്നില്ല, നേരം പോലെയൊക്കെ വാക്കുകളൊക്കെ തെറ്റിപ്പോട്ടെ പറയുമ്പോഴൊക്കെ. അപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും, അതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ കോഴിമുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ട്. ഞാനൊന്ന് ഇറക്കി വെച്ചു. കണ്ടില്ലേ, അടുപ്പിൽ നല്ല തീയൊക്കെ കത്തണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പയർ ഉപ്പേരി വെക്കാനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം അടുപ്പത്തേക്ക് എടുത്ത് വെച്ചു. അടുപ്പ് കെടാനായിട്ട് സമ്മതിക്കണില്ല കേട്ടോ. അടുപ്പ് കെട്ടി കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ കത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെ പിന്നാലെ തന്നെ ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എന്തായാലും പിന്നെ നല്ല പാടാണ് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗ്യാസിൽ വെക്കണ പോലെ ഒന്നും പറ്റില്ല അടുപ്പിൽ വെക്കാൻ. അപ്പോൾ അങ്ങനെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയി. ഉപ്പേരി ചെറുതായിട്ടൊന്ന് കരിയും ചെയ്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചോറ് കുറച്ച് കഴിഞ്ഞാണ് കേട്ടോ വെക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുക കാരണം കൊണ്ട് തന്നെ ഇപ്പം തന്നെ എന്തായാലും ചോറൊന്നും കഴിക്കാൻ പോകണില്ലല്ലോ, ഉച്ചയ്ക്കല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പുറത്തുള്ള പണികളൊന്നും വേഗം തീർക്കാമല്ലോ, എന്നിട്ട് ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കുട്ടികളുടെ വെള്ളം എന്നിട്ട് കയറ്റി വെച്ചു കേട്ടോ. ഈ ചൂട്ടടുപ്പിൽ തന്നെ അത് വെള്ളം അവർ കുളിക്കാനുള്ള ചൂടായിക്കോളും. പിന്നെ ചായയും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ രാവിലെ എന്നും പതിവ് പോലെ തന്നെ തിരുമ്പൽ അലക്കൽ അങ്ങനത്തെ പണികളൊക്കെ തന്നെ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ കാപ്പി വെക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഉറങ്ങി നീച്ചിട്ടുള്ളൂ. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഉച്ചയ്ക്കും കടന്നുറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാപ്പിയുടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതെന്താ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി അരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം ഇട്ടിട്ടുണ്ട്, ഉപ്പും പഞ്ചസാരയും കുറച്ചീശം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന പഴം ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ കടയിൽ നിന്ന്. ഒരു 2-3 ഇരിക്കുന്നുണ്ടായിരുന്നു പഴം. അപ്പോൾ അത് നല്ല കറുത്ത് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, അത് എന്തായാലും വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഇങ്ങനത്തെ കറുത്ത കളറായി കഴിഞ്ഞാൽ കുട്ടികളും കഴിക്കില്ല, ഞാനും കഴിക്കില്ല കേട്ടോ. ഞങ്ങൾ ആരും കഴിക്കില്ല. ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, എനിക്കിങ്ങനെ അളിപിളിന്നനുള്ള പഴമൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ. ഇവരും അങ്ങനെ തന്നെ കേട്ടോ, കയ്യിൽ ഒട്ടാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനത്തെ ഓരോ സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പഴം എന്തായാലും ഇനി കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പഴംപൊരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, ആ പഴം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതും ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അത് മുറിച്ച് കഴിഞ്ഞാൽ തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2-3 എക്സ്ട്രാ കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. എന്നാലാണ് തികയുള്ളൂ. എൻ്റെ കിച്ചുവിനാണെന്നുണ്ടെങ്കിൽ പഴംപൊരി എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവനാണെങ്കിൽ ഇരുന്ന ഇരിപ്പിൽ എത്ര വേണമെങ്കിലും കഴിച്ചോളും. പിന്നെ വലിയ പഴംപൊരി എന്നല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുക, കുഞ്ഞ് പഴംപൊരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടം പോലെ നന്നായിട്ട് കഴിക്കും കേട്ടോ. തുമ്പിക്കുട്ടിയാണെങ്കിൽ നന്നായി കഴിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ഒരു 2-3 എക്സ്ട്രാ പോയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിങ്ങനെ റെഡിയാക്കി കൊടുക്കണമൊക്കെ ഉണ്ട്. ഇതിലും കറുത്ത പഴമൊക്കെ ഉണ്ട്. ഇതും നമ്മൾ കൂടുതലായിട്ട് ഇനി വെച്ച് കഴിഞ്ഞാൽ ഇതും ചിലപ്പോൾ നാളേക്ക് കറുത്ത് പോവും. തൊലി ഇങ്ങനെ കറുത്ത് നല്ല പഴുത്ത് പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൊത്തം എടുക്കണില്ല, 2 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാതും എടുത്തു കേട്ടോ. അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ പഴം അരിയലും സെറ്റാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക, പഴംപൊരിയിലേക്കുള്ള ആ മിക്സൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പഴംപൊരിയുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കി കണ്ടതാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ ഈ പഴംപൊരിക്ക് ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് പൊടിയൊന്നുമല്ലല്ലോ ഉപയോഗിക്കുക, മൈദ, കടലമാവ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ ഉപയോഗിക്കുക. അതൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല, പഴമാണെങ്കിൽ ഉണ്ടാവും ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരികൾ കണ്ടു കേട്ടോ, ഇതുപോലത്തെ മിക്സിൽ ഉണ്ടാക്കണതൊക്കെ. അപ്പോൾ അതൊന്ന് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. ഇത് ആദ്യത്തെ അല്ല കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ആദ്യമായിട്ട് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പഴംപൊരിയുടെ അത്ര ഒരു ഗുമ്മില്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്ന് പറയുന്നത് കടലമാവിലൊക്കെ ഉണ്ടാക്കണമല്ലേ, അപ്പോൾ അത്രയ്ക്കൊന്നും വരില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ 2 പേർക്കും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏട്ടൻ എണ്ണക്കടികളൊക്കെ വാങ്ങിച്ചിട്ട് വരും പുറത്തുനിന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ അവർക്ക് 2 പേർക്കും പഴംപൊരി സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് വരും കേട്ടോ. അത്ര ഇഷ്ടമാണ് പഴംപൊരിനോട്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്തു തുടങ്ങിയപ്പോൾ അവർക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പഴം ഇങ്ങനെ വേസ്റ്റായി പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കും കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ നല്ല പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കും. പഴമൊക്കെ ഒന്ന് ഇങ്ങനെ കറുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതെന്തായാലും പലഹാരം ഉണ്ടാക്കി തന്നെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിയൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവർ കണ്ടില്ലേ, നല്ല ഉറക്കമാണ് കേട്ടോ 2 പേരും. അപ്പോൾ ഞാൻ അവരൊന്ന് വിളിച്ചുണർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ സമയം 5 മണിയായിട്ടുണ്ട്. ഇനി അവർ നീച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരെ ഞാൻ നീപ്പിച്ചു. എന്നിട്ട് ചായയൊക്കെ കൊടുത്തു. ചായയല്ല, കാപ്പിയാണ് കേട്ടോ. കാപ്പി കൊടുത്തു, പഴംപൊരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. ഇന്ന് പലഹാരം ഉണ്ടാക്കിയിട്ടും അതും ഇതൊക്കെ ആയിട്ടുള്ള കുറേ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനും ചായ കുടിച്ചു, 2 പഴംപൊരി എടുത്ത് കഴിക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അവരിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അകത്തിരുന്നിട്ട്. അവരെന്താ കഴിച്ചോട്ടെ, അപ്പത്തിനും എൻ്റെ പണികൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ചെറുതായിട്ടൊരു മഴച്ചാറിലുണ്ട്. മഴ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊരു പെയ്യണില്ല, ഇടയ്ക്ക് ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴച്ചാറിൽ കൊണ്ടാലാണ് ഏറെ പ്രശ്നം. മഴ കൊണ്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല, മഴച്ചാറിൽ കൊണ്ടു കഴിഞ്ഞാൽ അപ്പം എനിക്ക് തലവേദന ജലദോഷം വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കഴുകിയെടുക്കണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കണമുണ്ട്. ഫോണിലേക്കും വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തിട്ട് വേണം അടുത്തത് മുറ്റമൊക്കെ അടിക്കാനായിട്ട് നോക്കാൻ. മുറ്റത്ത് ചെറുതായിട്ട്, ഓവറായിട്ടില്ല, ചെറുതായിട്ട് തന്നെ ഉള്ളൂ ചപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുകയൊക്കെ വേണം കേട്ടോ. ഉമ്മറ മാത്രം അടിച്ചു വരുന്നുള്ളൂ, മുറ്റം മൊത്തം അടിച്ചു വരുന്നില്ല. രാവിലെ മാത്രമേ ഉള്ളൂ. ഉമ്മറ മാത്രം ഒന്ന് വെറുതെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്ത് ഞാൻ അത് മാത്രമേ ചെയ്യാറുള്ളൂ. ഉമ്മറ എപ്പോഴും എനിക്ക് വൃത്തിയായിട്ട് ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.